പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയ പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാനും ആ വചനത്തിൽ ഉറച്ചു വിശ്വസിച്ച് ഒരു ദിവസം തുടങ്ങുവാനും ദൈവം നമുക്ക് അവസരം തന്നതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം ദാനിയേലിൻ്റെ പുസ്തകം 14-ാം അധ്യായം 25-ാം തിരുവചനം. ദാനിയേൽ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കും, കാരണം അവിടുന്നാണ് ജീവിക്കുന്ന ദൈവം. നീ ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് സംശയമുണ്ടെങ്കിൽ ഈ വചനം നമുക്ക് വിശ്വാസത്തോടെ ഏറ്റെടുക്കാം. ദൈവമായ കർത്താവിനെ തന്നെ ആരാധിക്കണം, കാരണം അവിടുന്നാണ് ജീവിക്കുന്ന ദൈവം. നിന്റെ ശ്വാസത്തിൽ പോലും ജീവിക്കുന്നവനായ ദൈവം നിന്നെ കൈപിടിച്ച് നടത്തുന്നവനായ ദൈവം, ആ ദൈവത്തെ നീ ആരാധിക്കണം. ആ ദൈവത്തെ നീ തൊടാൻ ശ്രമിക്കണം. ആ ദൈവത്തോടൊപ്പം നീ നടക്കണം. ആര് നിന്നെ കൈവിട്ടാലും ഒരിക്കലും കൈവിടാതെ നിന്നെ മുറുകെ പിടിച്ച് നടക്കുന്ന ഒരു ദൈവമുണ്ട്, ജീവിക്കുന്ന ദൈവം. ആ ജീവിക്കുന്ന ദൈവത്തോടൊപ്പം നമുക്ക് നടക്കാം. ആ ജീവിക്കുന്ന ദൈവം നിനക്ക് വേണ്ടതെല്ലാം ഇന്ന് ചെയ്തു തരും. നീ കൂടെ ഒന്ന് നിന്നാൽ മാത്രം മതി. നിനക്കെതിരെ എത്ര വലിയ ശത്രുക്കൾ വന്നാലും ആ ശത്രുവിൻ്റെ തല ആ ദൈവം തകർക്കും. നിനക്കെന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും അതിനെ ശാസിക്കാൻ ആ ദൈവത്തിന് സാധിക്കും. ഏതെല്ലാം പ്രതിസന്ധികളാണ് നിൻ്റെ മുന്നിലേക്ക് വരുന്നത്, അതിനെ ശാന്തമാക്കാൻ ആ ദൈവത്തിന് സാധിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് നിങ്ങളുടെ മേൽ ഇന്നുണ്ടാകട്ടെ. ദൈവമായ കർത്താവ് യേശുക്രിസ്തു വഴി നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. ലോകമെങ്ങും സുവിശേഷം പറയുക എന്നുള്ളത്. ആ ദൗത്യത്തിൻ്റെ ഭാഗമായി ഈ നിമിഷം ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന മക്കളെ മുഴുവനും ഈശോയുടെ മുന്നിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഈശോ അവരെ മുഴുവനും സ്വീകരിക്കട്ടെ, അവരെ അനുഗ്രഹിക്കട്ടെ, ഈശോയുടേതാക്കി മാറ്റട്ടെ. ആ സുവിശേഷ ദൗത്യം നമ്മളിലൂടെ ലോകം അറിയട്ടെ. ദൈവവചനം നിങ്ങൾ ഓരോരുത്തരിലൂടെയും ആയിരങ്ങളിലേക്ക് എത്തപ്പെടട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം സമൃദ്ധമായി സുവിശേഷ വേലയിലൂടെ നിങ്ങൾക്ക് ലഭിക്കട്ടെ. യേശുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.